ഹലോ ഗായ്സ്, നമ്മൾ കുറെ നാൾക്ക് ശേഷം വ്ളോഗ് തുടങ്ങാൻ പോണ. ഇപ്പൊ നമുക്ക് ഇവിടെ ജീവി ഉണ്ട്, പ്രശാന്ത് കാർ ഓടിക്കാനൊക്കെ പഠിച്ചു കുറെ നാൾക്ക് ശേഷം. സീൻ നമ്മളിപ്പോ പനമ്പള്ളി ആറിലേക്ക് പോണ്. രാത്രി എത്ര 9 മണിയാകുമ്പോഴാ അവന്മാർ എത്ര മണിക്ക് തന്നെ? എത്ര മണിക്കാണ് തന്നെ? 9:10. ആരൊക്കെയാന്ന് പറയാനില്ല, അത് വരുമ്പോ കാണിച്ചു തരാം. 8:30. നോട്ടിഫിക്കേഷൻ എന്താ നോട്ടിഫിക്കേഷൻ കാണിക്കാത്ത? എന്നാ ഇന്ത്യന്ന് പിന്നെ പെണ്ണ് കിട്ടുകയെന്നല്ലേ. ജീവി വ്ളോഗ് തുടങ്ങിയിരിക്കണ് ഗായ്സ്. നോക്കൂ, ജിത്തും മഹേഷൊക്കെ ഉണ്ടായിരുന്നു. മഹേഷിന് എന്തോ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ജിത്തു എന്തോ കല്യാണം ഉണ്ടെന്നാ നാളെ, എന്തൊക്കെയോ പറയണ്ടായിരുന്നു. ജിത്തു ക്യായ ജിത്തുക്ക കല്യാണം അല്ല, ജിത്തുന്റെ കല്യാണം. അത് എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. സെൻട്രൽ സ്ക്വയർ മോളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അവന്മാര് വരെ 1 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു. എടാ, നിന്റെ ബൈക്കിന്റെ വീഡിയോ കാണാറുണ്ട്. ഓ സീൻ, എങ്ങനെയുണ്ട് വീഡിയോസ് ഒക്കെ? കൊള്ളാമേ, സൂപ്പർ. പെമ്പിള്ളേരൊക്കെ വന്ന് അടി കമന്റ് ഇട്ടിട്ടുണ്ടല്ലോ, ലൗസിനും പൊട്ടിത്തെറിയൊക്കെ. എന്റെ വീഡിയോയിൽ വന്ന് കമന്റ് ചെയ്തിട്ട്, പക്ഷെ എനിക്ക് സെറ്റ് ആയിട്ടില്ല. ആർക്കട സെറ്റ് ആയത്? എന്റെ ഒരു കൂട്ടുകാരനക്ക് എന്റെ കമന്റിക്ക് വന്ന് കമന്റ് ചെയ്ത്, അവന്റെ കമന്റിക്ക് ഒരു പെണ്ണ് കയറിയിട്ട് ഇങ്ങനെ അവളും എന്റെ വീഡിയോക്ക് കമന്റ് ഇട്ടായിരുന്നു. അപ്പൊ അവർ രണ്ടുപേർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ച് ഫ്രണ്ടായിട്ട് കമന്റ് സംസാരിച്ചാ അതെ, അവന്മാര് സെറ്റായി. ഓ സീൻ. അപ്പൊ ജീവിയാണെങ്കിൽ ഓപ്പണിങ് കൊടുക്കുന്നത്. പ്രശാന്ത്, നമുക്ക് പോയി കമന്റ് ചെയ്താലും എന്റെ വീഡിയോക്ക് ഏതെങ്കിലും പെണ്ണൊക്കെ വന്ന് വീഴുവന്നൊക്കെ. സീൻ ഗൈസ്, മഴ. വെദർ ഈസ് വെരി വെരി ബാഡ്. ഈ വീഡിയോ എപ്പോൾ വരുമെന്ന് എനിക്കറിയാൻ പാടില്ല, എന്നാലും ഭയങ്കര മഴയാണ് ഗൈസ്. ഡ്രിഫ്റ്റ് ഇല്ല ഗൈസ്. നേരത്തെ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്തിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയത്. ഡ്രിഫ്റ്റ് പ്രശാന്തിക്ക് പറ്റിയ കാർ അത് ഓടിക്കാൻ. അതന്നെ, ചെറിയ കാറല്ല, പ്രോപ്പറായിട്ട് ഓടിച്ച് പഠിക്കാൻ പറ്റും. കഴിക്കാറ് ഇത് വേണം, തണുത്ത് തന്നെ ഉള്ളൂ. ഇതെന്താണോ? പനീറാ? ഞാൻ പരിചയം മറ്റേ മുട്ട പൊട്ടി ചോദിച്ചേക്കായിരിക്കും. സെൻട്രൽ സ്ക്വയർ മാളിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ഇതിപ്പോ കാർ എടുക്കാണ്. പ്രശാന്ത് കാർ എടുക്കാൻ വേണ്ടി ഫ്രണ്ടിലൊരു മതില് ബാക്കാട്ട് കൊടുക്കാനല്ലേ ആക്സിലേറ്റർ. മറ്റേ എയർപോർട്ടിലൊക്കെ കണ്ടിട്ടുണ്ടോ? എയർപോർട്ടില് അതുപോലെ മറ്റേ എയർപോർട്ടിന്റെ ഗ്രൗണ്ട് സ്റ്റാഫ് ഒക്കെ ഉണ്ടാവൂലേ, ഫ്ലൈറ്റ് ലാൻഡ് ആവുമ്പോൾ ഇനി നമ്മ സ്ട്രൈറ്റ് ഓഫ് ടു എറണാകുളം നോർത്ത് ജംഗ്ഷൻ. പ്രശാന്ത് ഡ്രൈവിംഗ് ക്ലാസ് പഠിക്കും, 8 പഠിക്കുന്നു. അല്ല, സ്റ്റൂൾ വെച്ചിട്ട് പോണ പെണ്ണിനെ കണ്ടിട്ട് വിട്ട് അത് കണ്ട് ഞെട്ടിയതാ പ്രശാന്ത്. സ്കാൻ ചെയ്യണോ? അല്ല, കറക്റ്റ് ബാക്കിൽ കൊണ്ടൊന്നും നിർത്താത്ത ഭാഗ്യം. അല്ല, ചില ആൾക്കാരും ബാക്കിൽ കൊണ്ടുവന്ന് നിൽക്കും. നമ്മളങ്ങനെ എത്തിയിരിക്കുന്നു ഗായ്സ്. ഈ ഗായ്സുകളി നിർത്തണം. മക്കളെ, പൊന്നു മക്കളെ, നമ്മളത് കാണുക. നമ്മളത് ഒരു താടിക്കാരനില്ല, മച്ചാമാര്. മച്ചന്മാര്. അല്ല, അത് മറ്റേതല്ലേ, M4 അല്ലേ? കുഴി ഉണ്ടോ അവിടെ? ഇല്ലല്ലോ. ബൈക്കിന് ഇടരുത്, കാറിൽ ഇടണമെന്നൊക്കെ. സൈക്കിൾ നേരെ നോക്കണി, നീ വ്ളോഗ് കണ്ട് ഞാൻ പറഞ്ഞു. ഒരു ചെറിയ അത്രയും ബാഡ് ഡ്രൈവർ ഒന്നല്ല. നീ ഓടി ഓടി ഓടി. അല്ല, നിന്റെ അമ്മ പറഞ്ഞായിരുന്നു 1 സബ്സ്ക്രൈബർ ഞാനാണെന്ന്. ഞാൻ പറഞ്ഞു, നീ പറഞ്ഞു. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ? അല്ല, അമ്മ വന്നിട്ട് പറഞ്ഞായിരുന്നു. അമ്മക്ക് വേറെ പരിപാടിയൊന്നും, സീരിയൽ പരിപാടി ഒന്നും ഇല്ല കേട്ടോ. അത് കാരണം യൂട്യൂബ് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കാണലാണ് ഹോബി. അഖിലാറ്റ് പറഞ്ഞു പോകുന്നു. നമ്മ മറ്റേ ബിഗ് ബോസ് വീഡിയോ ഒക്കെ അത് 360 വീഡിയോ ബൈ ജീവി. ക്രെഡിറ്റ്സ് ഇവിടെ ഇങ്ക പോതറ്. എന്താ പ്രസാദ് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ 2 കിലോമീറ്റർ മാറിക്കൊണ്ടിരിക്കും. എടാ, അവിടെ നിർത്താൻ സ്ഥലമില്ലടാ. അവിടെ ബാക്കില് പുറകില് വന്നിട്ട് ആരാ ഓടിച്ചെന്ന് അവന് ഡ്രൈവിംഗ് സ്കില്ലെന്ന് കാണും.
മഴയില്ലായിരുന്നല്ലേ? ഇല്ല. ഇത്ര നേരം ഇല്ലായിരുന്നു. പെട്ടെന്ന് അതാ എങ്ങനെയുണ്ടായിരുന്നു ട്രെയിനിൽ? ഒരു വർഷത്തിൽ കൂടുതൽ ട്രെയിനിൽ ആ ഓ ട്രെയിനിൽ പോയിട്ടില്ല. ഹലോ അമ്മ. ഹലോ. ഞാൻ സാധാരണ വീട്ടിലാണ്. അതെ 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 അതെ. അല്ല നമ്മളെ ട്രെയിനിൽ കയറിയപ്പോ മഴയല്ലേ ഇവിടെ ഈ മഴയെന്ന് വെച്ചാൽ മഴയെന്നാണ്. അപ്പൊ റെക്കോർഡ് ചെയ്യാം. അപ്പൊ ട്രെയിനിൽ അടുത്തൊരു ചേട്ടൻ ഇരുന്ന് ചേട്ടൻ കൊച്ചിയിലുള്ള അവിടെ മഴയൊന്നുമില്ല. 4 ദിവസം മുമ്പ് മഴ ഉണ്ടായിരുന്നു. വെയില്. അപ്പൊ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നമ്മൾ നേരത്തെ ട്രെയിനും പോകിയില്ല. മറ്റേ മോന്റെ പോയിട്ട് നമ്മൾ ഇറങ്ങി നടന്ന് പുള്ളിക്കാരെ ബാക്ക് സീറ്റില് ഒരു 10 മിനിറ്റ് നടന്നപ്പോൾ പുള്ളിക്കാരെ സൈഡിൽ കൂടെ ഇത്ര നേരം മഴയില്ലായിരുന്നു. നിങ്ങൾ വന്ന മഴയായിരുന്നു. ഇവിടെ സൗണ്ട് നോക്കി പുള്ളി നടന്നു പോകും. കഴിക്കണ്ടേ? ഫുഡ് കഴിക്കണ്ടേ? എന്താ കഴിക്കാൻ? ഇല്ല. ഉച്ചയ്ക്ക് നമ്മള് ഉച്ചയ്ക്ക് അവിടെ വീട്ടിൽ KFC കൊണ്ടാക്കാൻ തുടങ്ങുന്നില്ലയോ? ശരിയായി നമ്മളെല്ലാം പുറത്തു പോകണം. അത്ര ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കൂല. എനിക്ക് കഴിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഉണ്ടാക്കും. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തു. എല്ലാം പിടിച്ചെടുക്കുക. എടാ വീഡിയോ എടുത്താ എന്നിട്ട് നിങ്ങൾ അമ്മാവന്മാരൊക്കെ അച്ഛന്മാരെ പോലുള്ള വീഡിയോ പോലെയൊക്കെ മറ്റേ മൂക്കിന്റെ ഇട രണ്ടും മൂക്കിന്റെ തുള മാത്രം കാണാൻ ഞാൻ എടുക്കൂല. ഇവരുടെ പറഞ്ഞ കാര്യം എടുക്കൂല. ഞാൻ പറയില്ല ഉമ്മാരൊന്നും എടുക്കില്ലെന്ന്. ഓ മറ്റേ അയാളോ ആര് വേറെ യൂട്യൂബ് ചാനൽ പറയണത്? എന്റെ ഇപ്പം ഞാൻ നോക്കിയപ്പോ ഒരു വീഡിയോ കിട്ടും. അവരെന്നെ ഞാൻ നോക്കിയപ്പോ പുറകെ ഒരാൾ ക്യാമറ കൊണ്ട് യൂട്യൂബ് ചാനൽ എന്തൊക്കെ സീൻ വിത്ത് എന്തോ ചേച്ചിയുടെ എന്തോ കല്യാണം എന്നൊക്കെ പറഞ്ഞത്. അല്ല ബാലു ചിലപ്പോ ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ചിലപ്പോ സൗത്തിലാണോ? മൂത്ത ഡ്രൈവർ എല്ലാ ഡ്രൈവറിന് ഡ്രൈവ് പഠിപ്പി കാണാൻ പോണെന്നൊക്കെ. അല്ല ഫ്രണ്ടി ഇരിക്കുന്നു. നീയാണോ ഫ്രണ്ടി ഇരിക്കാനുള്ള? എടാ അകത്തുനിന്ന് ഇടാടാ. എടാ തൊളയണ്ട വലിയ എന്റെ ആമത്തോട് ഇമ്പോർട്ടൻ്റ് കേട്ടാ. ഇത് എത്ര വ്ളോഗാ ഇപ്പൊ? ആമത്തോട് നിപ്പാട്ടണോന്നൊക്കെ പറയുന്നതാണ്. ഇനി ഡ്രൈവിംഗ് ഉണ്ടോ കേട്ടോ. എന്നാ നമുക്ക് കളിക്കാം. എടാ ലൈറ്റ് ലൈറ്റ് ഉണ്ടോ അതിന്റെ അകത്ത്? എന്റെ കാക്ക എങ്ങനെയുണ്ട്? കണ്ണ് വെട്ടാണ്ടിരിക്കാൻ വേണ്ടിയാ. സൗത്തിൽ പോകാൻ മാപ്പ് ഉണ്ടോ? നീ ഇവിടെ ജനിച്ചോളന്നത്. സൗത്തിൽ പോകാനല്ല, ഇതിലോട്ട് കേട്ടോ. ഈ സാധനത്തിലോട്ട് ഒരു കാർ എത്ര പേരെ ഓപ്പറേറ്റ് ചെയ്യണം നോക്ക്. ഇതെന്ത് കാറാണ് വേറെ വല്ലോ? കോ പൈലറ്റ് പൈലറ്റ് ഇത് കണ്ടാ പോയണ്ടാ പുറത്തോട്ട് നേരെ വിട്ടോടാ. പോയാ എടാ എടാ മറ്റേ സാധനം ഇട്ടോടോ വൈപ്പർ വൈപ്പർ. ഞാൻ ഇവിടെ എടാ അടിയിൽ മറ്റേ സ്വിച്ച് ജീവി വീട്ടിനകത്ത് കയറി ഞാൻ ഇട്ട് കൊടുക്കാം. ഞാൻ പുറത്തിറങ്ങി അല്ല സൈഡിൽ നിന്ന് ജീവി ആയിരുന്നു ഇട്ട് കൊടുത്തത്. ജീവി ഒന്ന് ഗിയർ മാറ്റി പോയല്ല. ആ പോയി പോയി പോയി. കാക്ക പോയിട്ടില്ല. കാക്ക വക്ക് കാണിച്ചോണ്ടിരിക്കുന്നു. ലെഫ്റ്റ് റൈറ്റ് പറയണ ജീവി നീங்க சொல்லுங்க சொல்லுங்க. ജീവി ഏതോ പെണ്ണിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. സൗത്ത് ഗേറ്റ് ഇല്ലടാ. എടാ ഇത് സിംഗിൾ റോഡ്. കച്ചേരിപ്പടി ലെഫ്റ്റ്. നീ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റിലോട്ടാണല്ലോ എടുക്കണത്. നീ റൈറ്റ് എന്നാണല്ലോ പറഞ്ഞത്. നോർത്തിൽ ലെഫ്റ്റ് ഇങ്ങോട്ടാടാ. സൗത്ത് ആയിരുന്നു എങ്ങോട്ടായിരുന്നു? അല്ലാതെ ഇവിടെ നിന്ന് എനിക്ക് സ്ഥലം പിടിയിട്ടില്ല. ഇവിടെ ഒരു ജംഗ്ഷൻ എടുത്തോണ്ട് തിരിയാണ്. ബ്രേക്കിനൊരു ആക്സിഡന്റ്. ഓട് കിട്ടി. അതാ എന്തോ ഭാഗ്യം.
നമ്മൾ 6 മാസത്തിനിടയ്ക്ക് ഇത്രയും ചിരിച്ചിട്ടില്ലല്ലോ. അവിടെ നമ്മള് അങ്ങോട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇങ്ങനെ ഇത്തിരി രാവിലെ വരും, മുഖത്തോട് മുഖം നോക്കും, ഇടയ്ക്ക് കരച്ചിലൊക്കെ വരും. വൈബുള്ളത് അപ്പൊ ഇവിടെ അതൊരു മറ്റൊരു വൈബ്. നമ്മളെ വൈബാണ്. പക്ഷെ അവര് അവിടെ നമ്മള് സത്യം പറഞ്ഞ ഒരു കമ്പനിയില് വർക്ക് ചെയ്തോണ്ടേ ഒത്തങ്ങ് സിങ്ക് ആവി വണ്ടിയൊക്കെ ഇടിച്ചിട്ട് അത് വേറെ സീൻ. ബോണറ്റൊക്കെ ഇടിച്ച് കളിച്ച് അവിടെ കണ്ടാ അത് അവന്റെ അവിടെ എന്തോ ഏതോ കൂട്ടുകാരുടെ കല്യാണത്തിന് പോയിട്ട് വന്നെന്ന് പറഞ്ഞു. ഇനി പ്രേമനരേശം കയറി ഇടിച്ചാണോന്ന് അറിയില്ല. വണ്ടി ഷോ കാണിച്ചതായിരിക്കും. ഏതൊരു ബൈക്ക് കയറ്റിയെന്ന് പറഞ്ഞത്. ബൈക്ക് ബൈക്കുകാരൻ അവന്റെ ബോണറ്റ് ഇടിച്ചിട്ട് അവന്റെ ബോണറ്റിലേക്ക് വീണു. ഓടിക്കുന്നത് വിചാരിച്ചാണ്. എനിക്ക് പിടികിട്ടി. ഇവ സൗത്ത് ബസ് സ്റ്റാൻഡിലോട്ടാണ് കൊണ്ടുപോകുന്നത്. മിക്കവാറും ഏതെങ്കിലും ചേച്ചിയുടെ വീട്ടിൽ കയറി പാലൂടെ സത്യം പറഞ്ഞുണ്ടല്ലോ, നീ ടൗണിൽ നിന്ന് നേരെ മറൈൻ ഡ്രൈവ് കയറിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് അങ്ങ് പോയാൽ മതിയായിരുന്നു. ഇതിലിപ്പോ ആരെ എറണാകുളത്ത് ഞാൻ ഇതുവഴി പോയിട്ടുണ്ട്. 25 വർഷമായിട്ട് ഞാൻ കൊച്ചിയിലുണ്ട്. പക്ഷെ എപ്പോഴും പോയിട്ടുണ്ട്. ഒരു തവണ 1-2 തവണ പോയിട്ടുണ്ട്. മനസ്സിൽ പറയാം ദൈവമേ ഇവന്മാരൊന്ന് ഇംപ്രസ് ചെയ്യിപ്പിക്കണം ചവിട്ടി. പക്ഷെ ബ്രേക്കായി നമ്മളങ്ങോട്ട് ബാക്കിലോട്ട്. അല്ലെങ്കിൽ വേണ്ട, അങ്ങോട്ട് ഇവിടെ പാർക്ക് ചെയ്ത് നമ്മൾ അങ്ങോട്ട് വരാം. അതായത് നല്ലത്. ശരി, അവിടെ സൈഡ് ഒതുക്കാം. അവിടെ ഒതുക്കാം. ഇവിടെ നിക്കണ കട അങ്ങോട്ട് പോണ നല്ലത്. എന്റെ മോനെ നല്ല പാടാ. എന്റെ സെല്ലുലോട് അടിച്ചു പോയി എന്നൊക്കെ. നിന്റെ എവിടെയാണ് സെല്ലിലോട്ട് ചെയ്യുന്നത്? അതെ ഇവിടെ ഇവിടെ കൊണ്ടൊക്കെ നല്ല ഊമ്പി ഓട്ടിയിരിക്കും. ഇത് മാത്രം കട്ട് ചെയ്തിരുന്ന കേട്ടാ. ഇത് മാത്രം റീലാക്കടാ. ആദർശിന്റെ വീട്ടിലാ കാരണം. ഇത് മറ്റേ നിന്റെ പ്രൊമോ വീഡിയോയിൽ ഇട്ടാ മതി. അവിടെ ചോദിക്കുകയും ചെയ്തു പ്രശാന്തൊക്കെ ഉണ്ടോ. പ്രശാന്ത് ഉണ്ടോ? വേറെ ആരും പ്രശാന്ത് ഉണ്ടോ? അത് കഴിയുമ്പോ അങ്ങ് പോടാ. പോവോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മതി. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റേതാക്ക്. അത് രണ്ടുപേരുമാണ് കാർ ഓപ്പറേറ്റ് ചെയ്യാറ്. ഇങ്ങനെ പോകാൻ Pilot, പറ്റും. co-pilot. ഇങ്ങനെ ആയിരുന്നു പോകും. അതെ അതർസേ ആ പ്രസാദിനെ പറ്റി 2 വാക്ക് പറ. പ്രശാന്ത് നല്ല ഊമ്പിയോ ഡ്രൈവിംഗ് ആയി പോയി. കോമഡി ഉണ്ട്. നമ്മളെ ഓഫീസിൽ നിൽക്കുന്ന ഈ മ്യൂസിയത്തിൽ തൊട്ട് ബാക്കിലാണ് വീഡിയോ ആണ്. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് പോയിരിക്കുന്ന ഈ മൃഗശാലയുടെ മതിലിന്റെ തൊട്ട് ബാക്കിൽ ഉള്ള പറയല്ലേ അവിടെ താഴത്തെ റോഡിലാണ്. അതല്ലേ അവിടെ നിന്നിട്ട് പറയല്ലേ എടാ എന്താണ് ഇവിടെ അതൊക്കെ പറയല്ലേ ഇവിടെ എന്താണ് പശുവിന്റെ മൃഗങ്ങളെയൊക്കെ കെട്ടികളാണ്. അതുകൊണ്ട് അതല്ലേ ബാലു റെഡിയാ. ഫ്ലാഷ് അടിയാണ്. വണ്ടി നിർത്തല്ലേ ഫോൺ ഓൺ ആക്കിയിട്ട് ഫ്ലാഷ് അടിക്കും. റോഡ് നടക്കാൻ ഞാൻ അങ്ങോട്ടാണ് ഒതുക്കിയത്. വണ്ടിയിലാണോ? ആ പിന്നല്ല നടന്നു നിൽക്കും. എന്നാ പിന്നെ അങ്ങോട്ട് വരാൻ പറഞ്ഞാ പോരായിരുന്നോ? ഇങ്ങനെ കാണാനായിരുന്നോ? കൊണ്ടുവരുവാ. പോട്ടെ പോട്ടെ അങ്ങോട്ട് അങ്ങോട്ട് ബാലിന്റെ അടുത്ത് ഇങ്ങോട്ട് വിളക്കേണ്ടതല്ലേ പിന്നെ ഇങ്ങോട്ട് വന്നാ ഇവനെ അവിടുന്ന് വളർത്തും ബാലി അവിടുന്ന് പരസ്പരം നമുക്ക് ഇങ്ങനെ ലൂപ്പ് ചെയ്ത് കാണാനേ പറ്റും. നമുക്ക് മറ്റേത് കളിക്കാം. അതാ പാർക്കിംഗ് അല്ല. നീ ഇറങ്ങണ്ട കേട്ടോ. ഡ്രൈവർ ഇറങ്ങണ്ട. നീ ഇറങ്ങിയ പാർക്കിങ്ങ. അതാ നീ ഇറങ്ങിയ കുഴപ്പമില്ലായിരിക്കും. ഫ്ലാഗ് ഒന്നും സംസാരിക്കാൻ പോലീസ് ഇടയ്ക്ക് ഒരു ദിവസം വാ ഇങ്ങോട്ട്. വണ്ടിയാണ്. അങ്ങനെ ബാല് പോയിരിക്കണ് ഗൈസ്. ഇനി നമ്മളെങ്ങോട്ടാ പോണത്? ഫുഡ് കഴിക്കാൻ. കോമഡിക്ക് പറഞ്ഞാ ഞങ്ങൾ ഇന്ന് ഉച്ചക്ക് കേറി ബിരിയാണി കഴിക്കാനായിട്ട് ഒരു കൊതി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ബിരിയാണി കഴിക്കാനായിട്ട് കേറി അവസാനം ഉച്ചക്ക് നമ്മൾ ആദ്യമായിട്ടാ അവിടുത്തെ ഒരു 7 മാസം എക്സ്പീരിയൻസ് നമ്മൾ രണ്ടുപേരും ഉച്ചക്ക് പുറത്ത് പോയി കഴിക്കണം. ഫസ്റ്റ് ടൈം ഫുഡൊന്നും കൊണ്ടുവന്നില്ല. അപ്പൊ നമ്മൾ 11 ഇത്തിരി കാലം 2 പേര് ഫുഡ് കൊണ്ടുവന്നായിരുന്നു. നമ്മൾ ഡെയിലി ഫുഡ് കഴിക്കണം. ഇവന് ചോറ്. ഞാൻ പറഞ്ഞു ചോറും എനിക്ക് മീൻ പൊരിച്ചതും വേണം. അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് അവിടെ ചെന്നല്ലേ മീൻ പൊരിച്ചത്. പെട്ടെന്ന് മനസ്സിൽ വന്ന് ബിരിയാണി. ഞാൻ മറ്റേ ഡയറ്റ് ആയതുകൊണ്ട് ഡയറ്റ് അതാ ചെറുതായിട്ട് മെലിഞ്ഞിട്ടുണ്ടെന്നൊക്കെ കഴിക്കണം. അങ്ങനെ നമ്മൾ ബിരിയാണി വെച്ചപ്പോ പിന്നെ ചെന്നൈ ടൈപ്പ്, അതായത് തമിഴ്നാട് ടൈപ്പ് ബിരിയാണി. ഗൂഗിൾ എടുത്ത് അവിടെ തന്നെ ക്രോം എടുത്ത് സെർച്ച് ചെയ്തപ്പോ അടുത്ത് 2.5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ബിരിയാണി കട. അവിടെ ചെന്ന് കയറിയപ്പം അവിടുത്തെ ചെന്നൈ ടൈപ്പ് ബിരിയാണി നോക്കിയപ്പോ ഒരു ചെറിയ അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലിപ്പത്തിലൊരു
കിണ്ണത്തിൽ കൊണ്ട് ബിരിയാണി കൊണ്ട് വെച്ച്. അപ്പൊ നമ്മള് ക്വാണ്ടിറ്റി കുറഞ്ഞല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, 100 രൂപയേ ഉള്ളൂ പക്ഷെ ബിരിയാണിക്ക്. ഒരു കാര്യം ചെയ്യാം, പക്ഷെ ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം, ചെന്നൈ ടൈപ്പ് തന്നെ കൊള്ളാം. ഇവിടെ ഒരു ബിരിയാണിയും കൂടെ ഹാഫ് അടിക്കാം. അങ്ങനെ ഇത് കഴിച്ച് തീരാറായപ്പോഴത്തേക്ക് നമ്മൾ ചേട്ടാ ഒരു ബിരിയാണി കൂടെ, ഒരു ബിരിയാണി വേണോ? ഇനിയും വേണോ? ഉള്ളത് നമുക്ക് അൺലിമിറ്റഡ് റൈസ് ആണല്ലോ. അത് ചെയ്തിട്ട് അൺലിമിറ്റഡ് റൈസ് ഉണ്ടായിരുന്നു. അയാൾ ഒരു അടുത്തൊരു പാത്രത്തിൽ കൊണ്ട് റൈസ് കൊണ്ട് തന്നെ തിന്നാൻ പറ്റുന്നത്. അതിന് പുറമേല്ല അതും കൂടെ മേടിച്ചില്ലേ, 65 ഒരു പ്ലേറ്റും കൂടെ മേടിച്ചു. ബിരിയാണി കൂടെ നമുക്ക് ചെറിയ വിശപ്പുണ്ട്. എന്നാ പിന്നെ ചിക്കൻ ഇല്ലല്ലോ, എങ്കിൽ 65 കൂടെ. അത് പ്ലേറ്റ് ഒരു അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, 100 രൂപ. ഇവിടുത്തെ കാര്യം വില കുറവാ അവിടെ, ടേസ്റ്റ്. അങ്ങനെ അതും കൂടെ മേടിച്ചു. അത് അവസാനം കഴിച്ച് തീർക്കാൻ പറ്റുന്നില്ല. പക്ഷെ 1-2 പീസോടെ വെച്ചിട്ടല്ലേ ചേട്ടൻ കഴിച്ചത്. ലൈറ്റ് ഓൺ ആക്കിയാടാ? ആക്കിയില്ല. എടാ ലൈറ്റ് ഓൺ ആക്കടാ, ഫ്രണ്ടിലത്തെ ലൈറ്റ് ഓൺ ആക്കടാ. എടാ അവിടത്തെ സ്വിച്ച് ഓൺ ആക്കടാ. മൂന്നല്ല കാണാൻ പറ്റുള്ളൂ തന്നെ. കേട്ടായിരുന്നോ, സെക്കൻഡിലിട്ട് വണ്ടി എടുത്തുകൂടെ ചോദിച്ചവനാ, ഫസ്റ്റ് ഇട്ട് ഇരച്ച് 1 കിലോമീറ്ററോളം ആയി. അത് ബാക്കിയോ അല്ല അടിച്ചു നിന്നെ പെമ്പിള്ളാരെ കമ്പനി ആയപ്പോ അതൊക്കെ അങ്ങ് നിർത്തി. ഇനി മറ്റുള്ള എന്താ പറഞ്ഞത് നിന്റെ ഗെയിം നീ നേരെ നോക്കോടിയടാ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓടാൻ നിങ്ങൾ എന്തിനാ പെടക്കിന് ജിത്ത്? ഇങ്ങനെ കിടന്ന് പെടച്ച എനിക്ക് പറഞ്ഞു കൊടുക്കായിരുന്നു നമ്മൾ എന്ത് പടച്ചത്. ഇത്രയൊക്കെ സിറ്റുവേഷൻ ആയിട്ടാടാ ഒരാള് ഭയങ്കര ഇതോടെ നിക്കുന്നു, ആരെ ജീവി. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്റെ അടുത്ത് പയ്യും ഞാൻ അങ്ങ് മൂത്ത്. ഞാൻ ഫ്രണ്ടിലായിരുന്നു. ജീവിക്കൊരു കുലുക്കൂല്ല, ഇതെല്ലാം കൂടെ കണ്ടിട്ട്. അപ്പൊ അവസാനത്തെ അവിടെ ഒന്ന് മൂത്രടിക്ക് നിർത്തോടാ. 2 തുള്ളി മൂത്രം പോയി. അവൻ അപ്പഴും നിർത്തില്ല, നിർത്തിയ കാർ മാറ്റം പറഞ്ഞിട്ട് നമ്മളാ ഞാനും ബാക്ക് ചെയ്താ പറഞ്ഞു. അവര് റിയൽ ആയിട്ട് എടുക്കാൻ മുട്ടറി. വേറെ ആരെങ്കിലും ഡ്രൈവ് കഴിച്ചെടുക്കും. 100 കിലോമീറ്റർ കിഡ്നി സ്റ്റോണൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പോത്തി ഇത്ര വലുതാ. പക്ഷെ ഞാൻ കേറിയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്. ഞാനും പോയിട്ടില്ല. ആരെ കൂടെ പോയി കഴിക്കണായിരുന്നു. ശുഭദിനം. ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെറുതെ ഇറങ്ങിയിരിക്കുകയാണ്. അഖിൽ വണ്ടി എടുക്കാൻ പോയിരിക്കണത്, വണ്ടി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഇത് കണ്ട കമൻറ്റ് പറയണ പോലെ ഇരിക്കും, പക്ഷെ അന്നേരം ഇതേ ഇരിക്കും. ഫ്രണ്ടിൽ പോയിട്ട് റിവേഴ്സ്. എവിടെയാ? സ്റ്റേഡിയത്തിൽ വന്നേക്കോ. വീടിന്റെ ബാക്കിൽ എവിടെയാണ് വീടപ്പുറത്താ. എന്താണ് മറ്റു സാധനമല്ലേ ഹോണ്ട ബിഗിങ് അല്ലേ? ഇങ്ങനത്തെ ഒച്ച വരുന്നല്ലോ. ഇത് പാർട്ടിയുടെ ബസ്സിലുണ്ട് ഗോൾഡ് അമ്പാണ്ടൻ്റെ കേട്ടോ. ഇവിടെ ഒരു കാർ അവിടെ, പിന്നെ അവിടെ ഒരു ബമ്പിളുണ്ടായിരുന്നു എന്നൊക്കെ. പ്രശാന്ത്